വൺമാൻ ഷോ കളിച്ച് ഞാനാണ് താരമെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന മേനോൻ മുഖ്യമന്ത്രിക്ക് സ്വന്തം മന്ത്രിസഭയിൽ നിന്ന് തന്നെ ആദ്യ വിസ്മയം എത്തിയിട്ടുണ്ട്. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവിൽ മുഖ്യമന്ത്രിയെ വിയോജിപ്പും ആശങ്കയും അറിയിച്ച് എക്സൈസ് മന്ത്രി എം ലിജു ബജറ്റ് നിർദ്ദേശം ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടു. വകുപ്പ് മന്ത്രി എന്ന നിലയിൽ തന്നോട് ആലോചിക്കാത്തതിലെ അതൃപ്തിയും എം ലിജു നേരിട്ടറിയിച്ചു. പദ്ധതി നടപ്പാക്കിയാൽ ഉണ്ടാകുന്ന പ്രതിസന്ധി വ്യക്തമാക്കി പ്രത്യേക റിപ്പോർട്ട് വി.ഡി. സതീശന് കൈമാറി. നികുതി നിശ്ചയിച്ചതേയുള്ളൂ, വിൽക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. എക്സൈസ് മന്ത്രി ലിജു നേരിട്ട് കണ്ട് അതൃപ്തി രേഖപ്പെടുത്തിയത്ര. എങ്ങനെ രേഖപ്പെടുത്താതിരിക്കാൻ പറ്റും? ഈ തുണിക്കടയുടെ മുന്നിൽ നമ്മൾ ഡമ്മികളെ നിർത്തിയിട്ടില്ലേ? എന്തിനാണ്? ആ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ നാട്ടുകാരുടെ മുന്നിൽ പ്രദർശിപ്പിക്കാനുള്ള ഒരു ഡമ്മി. പക്ഷേ യഥാർത്ഥ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ അകത്ത് കൊടുക്കും. ഇതെന്താണ്? ഡമ്മിക്ക് നിർത്തിയിരിക്കുന്നതാണ്. അതുപോലെ മന്ത്രിസഭയിൽ എക്സൈസ് മന്ത്രിയായിട്ട് ഡമ്മിയാക്കി ലിജുവിനെ നിർത്തിയതിന് ശേഷം നേരെ ബെക്കാഡി കമ്പനിയെ വിളിച്ചിട്ട് എത്ര തരാൻ പറ്റും എന്ന ഡീല് ചോദിച്ചതിന് ശേഷം ബജറ്റ് തയ്യാറാക്കാൻ പോവുകയാണ്. നിങ്ങൾ പറഞ്ഞ നിർദ്ദേശം വന്നാൽ എനിക്കെന്ത് ലാഭം? ഡീൽ ഉറപ്പിച്ചു. എത്ര കോടി മറിഞ്ഞു എന്ന് മാത്രം അറിഞ്ഞാൽ മതി. കമ്പനി നികുതി കുറയ്ക്കാൻ വേണ്ടി വാരിക്കോരി ബിനാമി മുഖേന തള്ളിക്കൊടുത്തു. അതിന്റെ വിസ്മയം ബജറ്റിൽ പ്രകടമായി. ബജറ്റിൽ പ്രകടമായതിന് പിന്നാലെ നാട്ടുകാരെല്ലാം കൂടി ഡമ്മി അല്ലെങ്കിൽ റബ്ബർ സ്റ്റാമ്പായ ഒരു മന്ത്രിക്ക് നാണമുണ്ടോ ആ വകുപ്പിൽ കയറി ഇരിക്കാൻ എന്ന നിലയ്ക്ക് കഴിവ് കെട്ടവനാക്കി ചിത്രീകരിച്ചപ്പോ സ്വാഭാവികമായിട്ട് ഏതൊരു കസേരയിൽ ഇരിക്കണമെങ്കിലും അന്തസ് ഉണ്ടല്ലോ, അന്തസ്. അത് അടിയറ വെച്ചൊരു മനുഷ്യന് മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് കോൺഗ്രസിലെ തന്നെ കുറച്ച് ക്ലീൻ ഇമേജ് ഉള്ള യുവ നേതാവ് കൂടിയായിട്ടുള്ള ലിജു ഒരു കോംപ്രമൈസിനും തയ്യാറായില്ല. തന്നെ അറിയിക്കാതെ തന്റെ വകുപ്പുമായി ബന്ധപ്പെട്ട് മദ്യക്കമ്പനികളെ നേരിട്ട് വിളിച്ച് കച്ചവടം നടത്തി അതിന്റെ പാപഭാരം തന്റെ തലയിൽ കൂടി കെട്ടിവെക്കുന്ന രീതിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് അറിയിച്ചതായിട്ടാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സ്വാഭാവികമാണ്. ഇങ്ങനെയൊക്കെ ഒരു മേനോൻ മുഖ്യമന്ത്രി കയറിയിരുന്ന് ബാക്കിയുള്ളവരെ എല്ലാം വെറും ഷൂ ആക്കി ഞാനാണ് മിടുമിടുക്കനെന്ന് ജനങ്ങളുടെ മുന്നിൽ ഷോ കണ്ട് അദ്ദേഹം സ്ഥാപിച്ചെടുക്കാനുള്ള പരിശ്രമം കൊണ്ടുപിടിച്ച് നടത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ബജറ്റിൽ ഇങ്ങനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കുറച്ച് PR മാധ്യമ പ്രവർത്തകരെയും കുറച്ച് ഓൺലൈൻകാരെയൊക്കെ രംഗത്തിറക്കിയിട്ട് വാഴ്ത്തുപാട്ട് പാടിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തിയെല്ലാം ഗംഭീരമാണെന്ന് നാട്ടുകാരെ തോന്നിച്ചാൽ മതി. പക്ഷേ ഒപ്പം നിൽക്കുന്നവരെ മുഴുവൻ ഒരു വിലയില്ലാത്തവരാക്കുന്ന ഈ പ്രവൃത്തി ചെയ്തപ്പോ അതിന് നേരിട്ട് പോയി കണ്ട് അതൃപ്തി അറിയിച്ചുകൊണ്ട് ബജറ്റിൽ പ്രഖ്യാപിച്ച നിർദ്ദേശം പിൻവലിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചിരിക്കുകയാണ്. ബെക്കാഡി കമ്പനിക്ക് വീര്യം കുറഞ്ഞ മദ്യം വിൽക്കാനായിട്ട് കഴിഞ്ഞ സർക്കാർ പോലും തയ്യാറാകാത്ത കാര്യം, അല്ലെങ്കിൽ ആ സർക്കാർ അതിന് നികുതി ഇളവ് കൊടുക്കാൻ പോകുന്നുണ്ടോ എന്ന് പ്രപ്പോസൽ കൊടുക്കുന്നതിന് മുന്നോടിയായിട്ട് സതീശനെ പോയി കണ്ട് ഇക്കാര്യത്തിൽ അഴിമതിയുണ്ട് എന്ന് ഏതോ കച്ചവടക്കാർ പറയിച്ചു. ആ കച്ചവടക്കാർ മുഖേന വീണ്ടും ബെക്കാഡിക്കാർ സതീശന്റെ അടുത്തേക്ക് എത്തുന്നു. മേനോൻ മുഖ്യമന്ത്രി പിന്നെ ഇക്കാര്യത്തിലൊക്കെ അകമഴിഞ്ഞ് സഹായിക്കാൻ മനസ്സുള്ള ദാനശീലനാണല്ലോ. കാര്യം ഗുണമുള്ള കേസല്ലേ. അങ്ങനെ ചെയ്ത പ്രവൃത്തിക്ക് ലിജുവിനെ കൂടി പാപഭാരം പേറേണ്ടി വന്നു. എത്ര കിട്ടി എന്ന ചോദ്യം ലിജുവിന് കൂടി നേരെ ഉയർന്നപ്പോൾ എക്സൈസ് മന്ത്രി എന്നുള്ള നിലയ്ക്ക് അത്തരമൊരു നയം, അതായത് മദ്യനയം പോലും ചർച്ച ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് മദ്യത്തെക്കുറിച്ചുള്ള ഒരു ചർച്ചകൾക്കും സ്കോപ്പില്ലാതിരുന്ന സന്ദർഭത്തിൽ സ്വന്തം നിലയ്ക്ക് ഇങ്ങനെ ഒരു തീരുമാനം പ്രഖ്യാപിച്ചുകൊണ്ട് ഖജനാവിലെത്തേണ്ട കോടികൾ നഷ്ടപ്പെടുത്തിയത് എന്തിനെന്ന് അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതാണ് VM സുധീരൻ ഇടഞ്ഞതിന് പിന്നാലെ ആ വിഷയത്തിൽ മന്ത്രി ലിജു കൂടി നേരിട്ട് കണ്ട് ഈ പണി നടക്കില്ല എന്ന് സതീശന്റെ മുഖത്ത് നോക്കി പറഞ്ഞത്. അതോടുകൂടി സതീശൻ മന്ത്രിസഭയിൽ തന്നെ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. കൂട്ടുത്തരവാദിത്വം ഉണ്ടാകേണ്ടിടത്ത് ബാക്കിയുള്ളവരെയെല്ലാം വെറും റബ്ബർ സ്റ്റാമ്പാക്കി ഞാൻ എടുക്കും, ഞാൻ നടപ്പാക്കും എന്നുള്ള നിലയ്ക്ക് പ്രധാനപ്പെട്ട 2 വകുപ്പുകൾ, ധനവകുപ്പും തുറമുഖ വകുപ്പും അദ്ദേഹത്തിന്റെ കൈവശം വെച്ച് അതുകൊണ്ട് വേറെ ആർക്കുമില്ല, ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യും, സൗകര്യമുള്ളത് തരും, അത് വെച്ച് തൃപ്തിപ്പെട്ടോളണം എന്ന സമീപനം സ്വീകരിക്കുമ്പോൾ അത് വരും ദിവസങ്ങളിലും ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതങ്ങളുടെ ഒരു തുടക്കമാണ്, അല്ലെങ്കിൽ ഓപ്പണിംഗ് ആണ് ലിജുവിലൂടെ ഉണ്ടായിരിക്കുന്നു എന്ന് കൃത്യമായി പറയേണ്ടി വരികയാണ്.